എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ജില്ലയിൽ കലവൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞ കലാകാരനായിട്ടുള്ള ശ്രീ രതീഷ് എന്ന് പറഞ്ഞ നടൻ്റെ വീടെന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ പുത്തൻപുരയ്ക്കൽ രാജഗോപാൽ പത്മാവതിയമ്മ ദമ്പതികളുടെ മകനായി 1954 ഇദ്ദേഹത്തിൻ്റെ ജനനം. കൊല്ലം ശ്രീനാരായണ കോളേജിലും ചേർത്തല SN കോളേജിലുമായിരുന്നു ബിരുദ പഠനം. 1977 പുറത്തിറങ്ങിയ വേഴാമ്പൽ എന്ന സിനിമയിലൂടെയാണ് രതീഷ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത്. എന്നാൽ സഹസംവിധായകനാവാൻ KG ജോർജിനെ കാണാനെത്തിയ ആ ചെറുപ്പക്കാരൻ 1979 KG ജോർജ് താൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലേക്ക് കടന്നു വരികയും കൂടിയായിരുന്നു. ഉൾക്കടൽ എന്ന ചിത്രത്തിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായ ഡേവിഡ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം തൻ്റെ അവിസ്മരണീയമായ അഭിനയത്തിലൂടെ അനശ്വരമാക്കി. പിന്നീട് തേരോട്ടം എന്ന ചിത്രത്തിൽ സഹനായകനായി അഭിനയിച്ചെങ്കിലും ഈ ചിത്രം പുറത്തിറങ്ങില്ല. 1981 പുറത്തിറങ്ങിയ തുഷാരം എന്ന IV ശശി ചിത്രത്തിലാണ് രതീഷ് ആദ്യമായി നായകവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. മലയാളത്തിൻ്റെ ആക്ഷൻ താരം ജയന് വേണ്ടി മെനഞ്ഞുണ്ടാക്കിയ ഈ കഥാപാത്രത്തെ രതീഷ് മികവുറ്റതാക്കുകയും നായകൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. ഈ കാണുന്നതാണ് രതീഷ് എന്ന് പറഞ്ഞ നടൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വീട്ടിൽ തന്നെ കാണാം നമുക്ക് നേരെ കയറി ചെല്ലുമ്പോൾ. ഈ വീടിന് ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ മോഡൽ വീടാണ് ഈ കാണുന്നത്. 1981 മുതൽ 1988 വരെയുള്ള കാലഘട്ടത്തിൽ രതീഷ് മലയാള സിനിമയിൽ സജീവമായിരുന്നു. ഈ കാലയളവിൽ മോഹൻലാലിനും മമ്മൂട്ടിയോടൊപ്പം ഈ നാട്, രാജാവിൻ്റെ മകൻ, വഴിയോരക്കാഴ്ചകൾ, അബ്കാരി, ഉണരു, ജോൺ ജാഫർ ജനാർദ്ദനൻ എന്നിങ്ങനെ നിരവധി ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങളിൽ വേഷമിട്ടു. 1990 രതീഷ് ചലച്ചിത്ര രംഗത്തും പൂർണ്ണമായി വിട്ടുനിന്നു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത കമ്മീഷണർ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയത്. ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ മെഗാ പരമ്പരയിലെ വേനൽമഴ എന്ന സീരിയലിൽ നായക കഥാപാത്രമായിട്ടും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നടൻ സത്താറുമായി ചേർന്ന് 3 ചിത്രങ്ങളും അയ്യർ ദി ഗ്രേറ്റ്, ചക്കിക്കൊത്തൊരു ശങ്കരൻ എന്നീ ചിത്രങ്ങൾ രതീഷ് ഒറ്റയ്ക്കും നിർമ്മിച്ച ചിത്രങ്ങളാണ്. രതീഷ് എന്ന് പറയുന്ന നടൻ്റെ മക്കളും ഇപ്പോൾ സിനിമയിൽ സജീവമാണ്. 2002 ഡിസംബർ 23 ഇദ്ദേഹം അന്തരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല. ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.